ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് തായ്ലാന്റ് വന്നിട്ട് 13ാമത്തെ ദിവസമാണ്. അതെ, 2 ആഴ്ചയാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചത്. പലരും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും പാക്കേജ് ആയിട്ട് പോയതാണെന്ന്. ഒരിക്കലും അല്ല, ഞാനും എന്റെ ഫാമിലിയും എന്താ പറയാ പ്രൈവറ്റ് ആയിട്ട് തന്നെ വന്നതാണ്. അതെ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും എക്സ്പെൻസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. പക്ഷെ ഒരു കാര്യം പറയണ്ടായിരുന്നത്, ആരുടെയും കീഴിൽ വന്നതല്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേഷൻ പൊളിച്ചടക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എന്റെ ഫാമിലിനെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുള്ളത്. അങ്ങനെ വന്നതാണ്. അപ്പൊ സോനു കൂടെ നോക്ക്. സൈഗോന്ന് താന്നിട്ട് അന്നേരം എല്ലാരും കാണുള്ളൂ സുനുവിനെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 13ാമത്തെ ദിവസമായിട്ട് ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് എക്സ്പ്ലോറിങ്. അതായത് ബാങ്കോക്കിലാണ് ഇപ്പൊ ഉള്ളത്. ഇന്നാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി ഒരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണത്. വേറെ എവിടെയല്ല, ബാങ്കോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സഫാരി വേൾഡ് മസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ പോയിട്ട് ആനിമൽസിനെയൊക്കെ കണ്ട് അവരുടെ കൂടെ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് അവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് എന്താണ് അവരായിട്ട് അങ്ങനെ ഒരു ഫീൽ എന്താന്ന് നോക്കണം. നമ്മൾ ആനിമൽസിനായിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം അത് ചെയ്യണം. നമ്മളപ്പോ ഇന്നലെ തന്നെ നമ്മള് ബാങ്കോക്ക് നമ്മുടെ ഐക്കൺ സ്യാമിലൊക്കെ കൊണ്ടുപോയത് ഈ ബ്രോയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ആ കാർ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കാർ തന്നെ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസുസു കാറാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്പേസ് ഉണ്ട്, ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വണ്ടി തന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണം അങ്ങോട്ടാണ്. ഹൗ മെനി കിലോമീറ്റേഴ്സ് സഫാരി വേൾഡ്? 35 കിലോമീറ്റർ, 40 മിനിറ്റ് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റേ ഒക്കെ റമദയിലായിരുന്നു. ബാങ്കോക്ക് സുഖംവീട്ടിലെ 11 ഏരിയയില റമദയിലായിരുന്നു സ്റ്റേ. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. നമുക്ക് നോക്കാം സഫാരി വേൾഡ് എങ്ങനെയുണ്ടാവുമെന്ന്, ഇൻഷാല്ലാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളെ നൈറ്റാണ് നമുക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ നാളത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഇന്നത്തെ ദിവസമാണ് നമ്മുടെ എക്സ്പ്ലോറിംഗിന്റെ ലാസ്റ്റ് ഡേറ്റ്, അല്ലെ? ബാങ്കോക്ക് വന്നിട്ട് അതിട്ട് ഇപ്പൊ തന്നെ എന്റെ കളസം കീറി. അല്ല, ഇപ്പൊ തന്നെ ഇനി നാളത്തെ ഒന്നും പറയില്ല. നാളെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് രാത്രി നമുക്ക് ട്രാവൽ ചെയ്യണം, ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. ഓക്കെ, അല്ല, അപ്പൊ ഇന്നത്തോടെ കഴിഞ്ഞിട്ടില്ല നടത്താം. ഇപ്പൊ സഫാരി വേൾഡ് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ് നോണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് സഫാരി വേൾഡ് ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ അല്ലേ? റെഡി? യെസ്. ഓക്കെ, സഫാരി വേൾഡിന്റെ എൻട്രൻസിൽ നമ്മൾ എത്തി ഗൈസ്. അതാണ് കുറച്ച് ലേറ്റ് ആയില്ല, അതുകൊണ്ട് അറ്റപ്പറ്റി നിന്നിട്ടാണ് എൻട്രൻസ് നമ്മൾ എടുത്തത്. നമുക്ക് നോക്കാം, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാലോ എങ്ങനെയാ നമ്മൾ പോണേന്ന്. ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇവിടെ എല്ലാ ബോർഡിലും വേണ്ട ഇതിനൊക്കെ കണ്ടു. ഞാൻ അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ ഈ ബോർഡിൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. സഫാരി വേൾഡ് അടിപൊളി അടിപൊളി. ഇവിടെ ഷോറ് എടുക്കാൻ വേണ്ടി വെപ്രാളം പിടിക്കണേ. അതിന്റെ ഒക്കെ എൻട്രൻസ് കിടലും. അടിപൊളി സഫാരി വേൾഡ്. സോന കിട്ടിയില്ല? സോന വെപ്രാളം പിടിച്ചിട്ടിരിക്കും. സുനു അവിടെ വേറ്റക്ക് വരാന്ന് പറഞ്ഞ് മേടിച്ചു വളർത്തിരിക്കണേ. ഉണ്ടാവൂല. എന്താണ്? സഫാരി വേൾഡിന്റെ ഫ്രണ്ടിലത്തെ എൻട്രൻസ് അടിപൊളി പാർക്കിംഗ് ഒക്കെ കൊള്ളാം. അപ്പൊ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്റെ പോയിന്റ് ഗൈസ്, നല്ല ചൂടുണ്ട് കേട്ടാ, പൊള്ളിട്ട് പോയ. ഇറങ്ങോ. ഇപ്പൊ ഇവരെന്താണ് ഞാൻ ഈ വെയിലെത്തിന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. ഇവരിറങ്ങിയിട്ടില്ല ഇതുവരെ. ഇറങ്ങല്ലേ? ട്രോഫി പതുക്കെ ഇറക്കിയാ മതി, ധൃതിയില്ലത്. നല്ല ചൂട്. ആ ബാഗ് വേണ്ടല്ലേ? ബാഗ് വേണ്ട 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 വേണ്ട. ഓക്കെ,
താങ്ക് യു. ആ സ്കേറ്റ് റോഡല്ല ഏത് വേണ്ട വേണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് വരാന്ന്. പിന്നെ 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 ഇല്ലെന്ന് നോക്കാം നമുക്ക്. ആ ട്രോളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നോക്കാം അവിടെ എന്താ സെറ്റപ്പ്. കുറേ സെക്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പർച്ചേസ്, സഫാരി ഫീഡിങ് ആൻഡ് കോച്ച് സ്റ്റേഷൻ. നമ്മുടെ ഡ്രൈവറെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് എല്ലാവർക്കും കൂടെ 7,900 ബാത്തായി. അതായത് നമ്മൾ ഫുൾ പാക്കേജാണ് എടുത്തത്. ഇതുണ്ടല്ലേ ഫുൾ പാക്കേജ് ആയിട്ട് 1,500 ആണ് അഡൾട്ടിന്. സുനു അഡൾട്ട് പെടും. അപ്പോൾ 1,500 പ്ലസ് നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ വേണ്ടി 100 ബാത്ത് ഒരാൾക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഗിന് ചൈൽഡ് 1,400 പ്ലസ് 100 അപ്പോൾ 1,500. അങ്ങനെ നമ്മൾ 7,900 ടോട്ടൽ 7,900 ബാത്താണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ടിക്കറ്റ് കിട്ടി. One ticket for show, Safari Park and Marine Park, 1. And adult, 1, 2, 3, 4. Okay, thank you so much. This one for my bus ticket. Okay. Bus ticket 1, 2, 3, 4, 5. Okay. Yeah, please keep it well, nah? Sure. So right now you see the show in Marine Park. At 11:45 is Spywatch show. Okay. And then dolphin, Okay. sea lion, cowboy, and bird show. For Safari Park, later take the bus before 5 o'clock. 5 o'clock close time. ക്ലോസിംഗ് ടൈം 5 മണിക്ക് ക്ലോസിംഗ് ടൈമാണ്. എല്ലാം തീരും അതിന് മുമ്പ്. This one the bus time. The bus time to the Safari Park. Safari Park. Last time 5 o'clock. Okay. So much. Thank you so much. Kapunka. ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ജസ്റ്റ് നടന്ന് കാണാൻ പറ്റിയ ഏരിയകളൊക്കെ ഉണ്ട്. മറൈൻ പാർക്ക് ഒക്കെ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രൻസിൻ്റെ ഒക്കെ തന്നെ അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ വൈഡ് ലെൻസിൽ തന്നെ കാണിച്ചുതരാം ആദ്യം. അല്ലേ അടിപൊളിയുണ്ട്. ഇവിടെയൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ തന്നെ എടുക്കാം. ഫോട്ടോസ് റീൽസ്. അടിപൊളി. വെയിൽ മാത്രം സൂപ്പർ അല്ലെന്ന്. അതുകൊണ്ടിട്ട് എബുനൊരു ക്യാപ്പ് വാങ്ങിച്ചു. ഞങ്ങളുടെ ക്യാപ്പൊക്കെ ഞങ്ങള് റൂമിൽ വെച്ചിട്ട് എടുക്കാൻ വിട്ടു. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ചോദിച്ചു ക്യാപ്പ് വേണമെന്നുള്ളത്. പക്ഷെ എന്നാലും പിന്നെ എടുത്തില്ല. ബാഗ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തേക്കാം. മറൈൻ പാർക്ക്, സഫാരി വേൾഡ് മാപ്പൊക്കെ അവിടെ ഉണ്ട്. ഇത് ടിക്കറ്റ് ഒരാൾ പിടിച്ചു. എന്നാലുള്ള എനിക്കിത് സുനു ഈ ടിക്കറ്റ് കാണിച്ചു. സുനു വേറെ എന്താ പറയുക, എല്ലാം കൂടെ മൊബൈലും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യാനുണ്ട്. സ്കാൻ ചെയ്താൽ നമ്മൾ കയറ്റണം ഓരോരോ ഏരിയയിലേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് കപ്പൻക. വാ ഇതില് വാ. ഷോപ്പിംഗ് ഉണ്ട് എല്ലായിടത്തും. എന്താണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നു. സോനു ഇവിടെ സോനു വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോ ടൈം എടുക്കും. വാ. നൈസ് അടിപൊളി. നമ്മൾ വിചാരിച്ച അത്ര വെയിലൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂലെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വിചാരിച്ച അത്ര വെയിലൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂലെന്ന് തോന്നുന്നു. ആനിമൽസ് ഉള്ള ക്യാപ്പൊക്കെ ഉണ്ട്. വേണോ? ബാ, സൈഗിനൊരു ആനിമൽസ് ഉള്ള ക്യാപ്പ് വാങ്ങിച്ചു കൊടുക്കട്ടെ. ഏതാ വേണ്ട?
ലയൺ. ഓ ജംഗിൾ സഫാരി തായ്ലാൻഡ്. വെച്ച് നോക്കിയാ എങ്ങനെയാണെന്ന് വെച്ചു അവിടെ പുലിനെ തല വെച്ചിട്ട് നടക്കുന്നത്. ഹൗ മച്ച്? 375 baht. ഓക്കെ ഓക്കെ 375 ബാത്ത്. ഓക്കെ, 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ഭംഗി. മറ്റേത് സോനു അതിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടത്, പക്ഷെ അതിനെക്കാട്ടിയും ഭംഗി ഇതാണ്. ഇത് കൊള്ളാം സരി. ഓക്കെ, അത് പേ ചെയ്യട്ടെ. കൈസ അങ്ങനെ നമ്മൾ കയറിയിട്ട് ആദ്യം കാണാൻ വേണ്ടി പോണത് എന്താണ്, മക്കാവോ അങ്ങനെ എന്തിനല്ലേ ഇതിൻ്റെ പേര്. ഓ എന്തോരം ഉണ്ടെന്ന് നോക്കി, കുറേ ഉണ്ട് കേട്ടോ. നോക്കി നമുക്കൊരു ഗ്രില്ല് പോലും ഇല്ലാണ്ട് നമുക്ക് അടുത്തുനിന്ന് കാണാതെ തല്ലുപിടിക്കണ എല്ലാം കൂടെ ഇരുന്നിട്ട്. ഓ കൊത്തുകൂടി ഭയങ്കര കൊത്തുകൂടി. അടിപൊളിയല്ലേ, ഒരു ഗ്രില്ല് പോലും വെക്കാണ്ടേ നമുക്കിങ്ങനെ അടുത്തിരുന്ന് കാണാം. ഭയങ്കര പേടി. ഭയങ്കര ധൈര്യം. ഇപ്പൊ എല്ലാ ധൈര്യം ചോർന്നു പോയി. മൂക്കി കൈയിടല്ലേ അയ്യേ, ടെൻഷൻ അടിച്ചിട്ട് മൂക്കി കയറുന്നു. ഞാൻ മോനെ എന്തോരല്ലേ, ഇത്രയും മക്കളെ ഒന്നിച്ച് കാണാൻ ആദ്യമായിട്ടാ, ഇത്ര അധികം ഒന്നിച്ച് കാണുന്നത്. അടിപൊളി, സൂപ്പർ. ഓ മാഷാഅല്ലാ അടിപൊളിയായിരുന്നു. അല്ല ഇത്ര അടുത്ത് ഇങ്ങനെ ഒന്നിച്ച് കാണുന്നതേ നൈസ്. പക്ഷെ വന്ന് കാണുന്ന തന്നെ തല്ലുകൂടെ തോന്നുന്നു, അടിയോടടി. ഇതെവിടെയുണ്ട് കൊറേ മറ്റേ മക്ക. സ്നോ നോക്കിയേ, മറ്റേ ആർട്ടിഫിഷ്യൽ ഇത്, മറ്റേ ഈ സംഭവം ആർട്ടിഫിഷ്യൽ. ഞാൻ മുമ്പ് ഗാർഡൻ നടത്തിയപ്പോഴത്തേക്കും ഇത് വിട്ടത്തെ ഒരു ടീം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു കുളിർമ വരും. നിങ്ങളെല്ലാം ഫുഡ് ഐറ്റംസിന്റെ അടുത്തേക്കല്ല നടക്കുന്നത്, നിങ്ങൾക്ക് ഇതിനൊന്നും കാണട്ടെ. വാങ്ങിച്ചു, എന്താ വെച്ചാൽ വാങ്ങിച്ചു. എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. അതാണ് ഒരാശ്വാസം. ഞാനതാ പറഞ്ഞ ഒരാശ്വാസം ഉണ്ട്. ചൂട് കൂടുമ്പോ അവരിങ്ങനെ സെറ്റ് ചെയ്യാൻ ഒരു വെള്ളത്തിന്റെ ഇത് സ്പ്രേ ചെയ്യണം. അടിപ്പൊന്ന് ഒരാശ്വാസം കിട്ടും. ഓക്കെ പറഞ്ഞു. വിത്തൗട്ട് മിൽക്കാണല്ലേ ഷൗഗരി. പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞു. സോനോടെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അവിടെ 2 സെക്ഷനുണ്ട്. അവിടെ ശരിക്കും എന്താണ് ലിയാൻഡർ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് ഇതേപോലെ മക്കാവിനെയൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് വേറെ എവിടെയും പറന്നു പോകാണ്ട് അവിടെ തന്നെ ഇരിക്കണണ്ടില്ലേ. എന്ത് അനുസരണയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള എവിടെയും പറന്നു പോണില്ലെന്ന്, അവിടെ തന്നെ ഇരിക്കണെന്ന്. സുനുവിന് അല്ലെങ്കിൽ പേടി. നേരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സുനു ഓടി കണ്ട വഴി. താഴ്ത്തുണ്ടോ സെല്ലു ചീത്ത അഴുക്കാവും എന്നിട്ട് ഡാടാതാ. പന്ന സോറി, എന്റെ കൈ കൊണ്ടായിരിക്കും. അവന് ഉറക്കത്തിൽ നേടിയ പിന്നെ അവനിക്ക് നോക്കാം, അവന്റെ ചെവി നോക്ക്. ക്യാപ്പ് വേണ്ടെന്നാ പറയണത്. ബാബാ നടക്കാം. അല്ലേ നോക്കി നോക്കി ഫോണി. നീ എന്തിനാ പേടിക്കണ? അയ്യേ, ഇവിടെ വന്ന് ഇതിനൊക്കെ കാണാൻ വേണ്ടി വന്നേക്കണല്ലേ നമ്മള്. ഓക്കെ, അതിൻ്റെ ഒക്കെ എടുത്തു കൂടെ. ഓക്കെ, ഇതിനെ ഫീഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. 100 ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കണൊക്കെ ഫീഡ് ചെയ്യാൻ നോക്കി. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ ടൈം ഒരുപാട്. എവിടെ അല്ലേ? നമുക്ക് അവിടെ കയറി നോക്കാം. നോക്കട്ടെ, ഇതെന്താ വേണ്ടെന്ന് പറഞ്ഞ അറിഞ്ഞാലെങ്ങനെ. എവിടെ ക്രോക്കഡൈൽ? എവിടെ കാണല്ലോ. ഉണ്ട് വെള്ളത്തിന്റെ അടിയിൽ. ഇത് ആ സൈഡിൽ ഒരെണ്ണത്തിന് കാണാം, പക്ഷെ അത് അടിയിലേക്ക് കയറിയിരിക്കണേ
കാണല്ലടി, ഒന്നിനും കാണല്ല. പേടിച്ചിട്ട് വരാത്തോയ്ക്ക് ഇവര് വട്ട്, ഇവർക്ക് വന്നില്ല ഇവര്. ആ അതെ, ഇവിടെ 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 അവിടെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് കാണ്ടുണ്ട്. വാ ഗൈസ്, കണ്ടാ അതേ കിടക്കണത്. അതിനെന്തെങ്കിലും ഫുഡ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. എവിടെ ഓയ്യോ, ഇവിടെ അടുത്തല്ലേ എൻ്റെ പുള്ളിക്കാരനെ കാണിച്ചത്. ഇത് ഇവിടെ തന്നെ ഇട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അടുത്തല്ലുണ്ട്. എന്റെ അമ്മു നിന്റെ ഇടയിലുണ്ട്. അടുത്ത് ആ ഉണ്ട്, ഇവിടെ ഉണ്ട്, അടുത്തല്ലുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ പുള്ളിക്കാരനെ കാണിച്ചത് എന്റെ അടുത്ത്. ഇത് ഇവിടെ അടുത്ത് നടക്കണത്. വലുത് ഉറങ്ങണേ ഇരിക്കും സുഖമായിട്ട്. തലമണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, അതാണ് വീട്. പൊങ്ങി തന്നെ ഉണ്ട്. അതിങ്ങനെ ഒച്ചയൊക്കെ കിടപ്പ് എണീറ്റിട്ടുണ്ട്. ആരോ നമുക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അതേ വന്നു മോനെ, വന്നു മോനെ, വന്നു മോനെ, മോനെ. ഈ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ അറിയോ? ഇത് അയ്യോ, തൊട്ടിപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ടിട്ടോ. അതേ രണ്ടെണ്ണം ഇപ്പുറത്ത് കിടക്കണുണ്ടല്ലേ. അടിപൊളി. ഒരു ചാട്ടൻ ചാടി എന്റെ കൈ കൊണ്ട് പോയിട്ടത്. ഇവിടെ ഇപ്പൊ നമ്മ 3 എണ്ണത്തെ കണ്ട്. 1 2 3 മൂന്നെണ്ണം ഇവിടെ എല്ലാം വെള്ളത്തിന്റെ പടച്ചിട്ട് അവിടെയൊക്കെ. പക്ഷെ നിങ്ങക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണില്ല മര്യാദക്ക്. കൊറേ ഉണ്ട് കേട്ടാ. ഞാൻ ഒരെണ്ണത്തിനെ പോലും കാണല്ലല്ലാന്ന് ആലോചിച്ചിട്ടിരിക്കണെന്ന്. കണ്ടില്ലേ കിടപ്പ് വയ്ക്കുക. ആണല്ലേ, നമുക്ക് അങ്ങോട്ട് പോയതിന് ശേഷം. നമ്മളിത് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മങ്കി. ഇല്ലുണ്ട്. എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം മെയിനായിട്ട്. മങ്കികളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് അതിന് മേത്തൊക്കെ കയറ്റി ഫോട്ടോ എടുക്കുന്നത് ഇവിടെയാണ് ഗൈസ്. എല്ലാരും ക്യൂയിലാണ്. ഇവിടെ ആയിട്ടുള്ള പല അംഗങ്ങളും കാണാം. വാ പക്ഷോ അവിടെ എന്താ? ആ പയ്യൻ പേടിച്ചു പെട്ടെന്ന് മുതലേ പൊളിച്ച് മുതല വന്നേക്കണ്. സൈക്കിൾ മുതല പൊളിച്ച് വന്നിട്ടില്ലേ? അതൊക്കെ ഇടിച്ച് പൊളിച്ച് വന്നേക്കണ്. ഡമ്മിയാടാ സൈക്കിൾ. വാ ഒരു സംഭവം കാണിച്ചുതരാം. ഏത് ഞാൻ സുരി പേടിക്കുന്നു. വാ മഷൂരെ, ആ മങ്കി അത് പോണ്ട, നമുക്കൊന്നും പോരാ. നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം. അതാ നൈസായിട്ട് സെറ്റ് ചെയ്തേക്കണത്. പശു ശരിക്കും നിങ്ങളെ സമയങ്ങളുണ്ട്. എനിക്ക് ആ മങ്കിയുടെ ഇത് കാണുന്നുണ്ട്. പ്ലീസ് വാച്ച് ദിസ് ഓപ്പൺ ടിക്കറ്റ് ബൂത്ത് ബിഫോർ. ഫുള്ള് കോമഡിയാണ് ഇവിടെ. അവിടെ ഫുള്ള് തിരക്കാണ്, ഫുള്ള് ക്യൂ ആണ്. നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റില്ല. ഇതപ്പുറത്ത് കൊണ്ടുവരും നമുക്ക്. നല്ല ചെവിട്ടി പിടിച്ച് വലിക്കുന്നത്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സെക്ഷനിൽ വന്നു. ഇവിടെ ആയിട്ടില്ലേ നമ്മൾ ഫുൾ പാക്കേജ് പറഞ്ഞെടുത്താ, പക്ഷെ അത് ഫുള്ള് ഷോ മാത്രമാണ്. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ആനിമൽസിനായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. മനസ്സിലായോ? എല്ലാം ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് 500 ബാത്ത് വെച്ച് ഒരാൾക്ക് കൊടുക്കണം. ചെറിയൊരു ഉടായ്പ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിട്ടാണ് നമ്മൾ ധൈര്യത്തോടെ അത് എടുത്തത്. കണ്ടില്ലേ ടൈഗറിനെ ഫീഡ് ചെയ്യുന്നു. പുലിക്കുട്ടിയുടെ നഖം വെട്ടുന്നത്. 500 ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിട്ട് പുലിക്കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റും. പാലിച്ച് അതിന്റെ വയററിയല്ലോ. لما جرب يمسك نمر يرحم امه يجي يمسك صغير بس وزنه كيف؟ والله زي المنقب الصيف. ഇവിടെ എന്റെ പുലിക്കുട്ടിക്ക് അവിടെ ഫുഡ് കൊടുത്തിട്ടിരിക്കണ, പാലൊക്കെ കൊടുത്തിട്ടിരിക്കണ അല്ലേ. ഇതേ ഒരു പുലിക്കുട്ടി ഇവിടെ നിന്നിട്ട് ഇവിടെ സിംഹക്കുട്ടി എടുത്തിട്ട് സ്ട്രോബെറി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നത്. എവിടെ സിംഹ തള്ള ഇവിടെ പോയി ബാ. അതെ അടുത്ത സിംഹത്തള്ള അല്ലോ. ബാ ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജാണ്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റൊക്കെ ആ ടിക്കറ്റ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജാണ്. അങ്ങനെ ഫോട്ടോ 300 ബാത്ത് അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജ്. പർച്ചേസ് ചെയ്യണ പോലെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു ടിക്കറ്റ്, അല്ലാതെ ബാക്കിയുള്ളതിന് സെപ്പറേറ്റ് ടിക്കറ്റ്. അതെ എന്താണ്? ഇതെന്താ മൂങ്ങ? അതന്നെ മൂങ്ങ. പരുന്ത്. അടിപൊളി, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂങ്ങയായിട്ട് അവള്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അതിനെ കൊണ്ട് കൂളറിന് എടുത്തോണ്ട് ഇരുത്തി കൊടുത്തേക്കണേ. അതല്ലേ നല്ല രസമുണ്ട് അതിനെ കാണാൻ. നിന്നെ നോക്കണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരം ജീവി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ജീവനെ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ ജീവിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 500 ബാത്ത് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പൊ നടന്നു പോണേക്ക് ഇല്ല പറഞ്ഞ എവിടെ പോണ നോക്ക്. പിടിച്ചോ നല്ല പെട്ടെന്ന് പിടിച്ചോ. അതിനാ വല്ല തീറ്റ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് വല്ല മൃഗങ്ങളും പിടിച്ച് കടിച്ചു കളയും. അതാ ഞാൻ പറഞ്ഞ പെട്ടെന്ന് പിടിച്ചോളെ. ആ അവന് ഇഷ്ടമല്ല. ഇങ്ങനെ വേണം.
ഇങ്ങോട്ടല്ല സൈക്കോ, അങ്ങോട്ട് നോക്ക്. ഇത് വീഡിയോ ആണ്. അവിടെ നീ നിൽക്കുന്നത് ഏലേ. ആ അതെനിക്കറിയാം. കുറച്ചും കൂടെ വൈഡ് പോവാം. നിക്കട്ടെ, ഇതാവട്ടെ ഞാൻ പറയുമ്പോ. ഇവിടെ എന്താണ് ചെറിയൊരു റിവർ പോലെ. ആ മോനെ, ഇതിവിടെ മറ്റേ സാധനമുണ്ട്. എന്താണ് ഇതിന്റെ പേര്? ക്യാറ്റ് ഫിഷ് അല്ലേ? അടിപൊളി. ഇത് അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടാ, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. സൈക്കോ ഓയിടറ. ഞാൻ അത് പെട്ടെന്ന് തന്നെ സൗണ്ട് എന്താവുന്നത്. സുനു മേടിച്ചു ഫിഷ് വൈകി. അതിന് ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ വരും. ഒരു പ്രത്യേക ഇനം ഫിഷ്. അതിന്റെ വായൊക്കെ കണ്ടില്ലേ? ഇതെന്ത് ഇതിപ്പോ എല്ലാം കൂടെ പൊട്ടി വീയോ? ആൾക്കാരെല്ലാരും കൂടെ ഹെവി ലോഡാണ്ടെന്ന് തോന്നുന്നു ടാഗിങ്ങില്. ഇളകുമ്പോ അവർക്ക് പേടി. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിൽ പോകാൻ വരൂ. സമയം കളയണ്ട. ഇവിടെ പെട്ടെന്ന് പോകണം കഴിച്ച അത്രയധികം കാണാനുണ്ട്. മനസ്സിലായ? എനിക്കല്ലേ, ഞാൻ മിക്കവാറും ഒരു ഗൈഡാവും. ഞാൻ തായ്ലാൻഡിൽ അങ്ങനെ വന്നിട്ടൊരു ഗൈഡ് ജോലിക്ക് കയറിയാലോ. അല്ലെങ്കിൽ നമുക്ക് നടന്ന് ഈ ഭാഗത്ത് എന്തൊക്കെയാണ് നോക്കാം. ഇവിടുത്തെ വലിയ സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ. ബേഡ് ഷോ. വരും എല്ലാരും വരും, പെട്ടെന്ന് വരും, സ്പീഡ് വരും. ഞാൻ ബേഡ് ഷോന്റെ അങ്ങോട്ട് നടന്ന് നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണാനില്ല. നോക്കുമ്പോ ഇവിടെ ഫാൻ വാങ്ങിക്കാൻ വേണ്ടി നിക്കണേണ്. നല്ല നോക്കി വാങ്ങിക്കും. അതൊക്കെ ഇപ്പൊ തന്നെ ചാർജ് തീരും. നിങ്ങൾക്ക് ഇന്നത്തെ യൂസിനൊന്നും നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാർജ് അതിന്റെ ചാർജ് ഇപ്പൊ തന്നെ തീരും. കാരണം അത് റീചാർജ് ചെയ്യണം. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. അടുത്തത് ജംഗിൾ വാക്ക്. ഞാൻ അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. അവരെല്ലാരും ഫാനും ഒക്കെ വാങ്ങിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ബേഡ് ഷോന്റെ ടൈമിങ് കഴിഞ്ഞ്. ഇനി അടുത്ത ടൈമിങ്ങേ ഉള്ളൂ. കുഴപ്പമില്ല, എന്തായാലും ബേഡ് നമ്മൾ ഒരുപാട് കാണണല്ലേ. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് നോക്കാം അടുത്ത സെക്ഷനിൽ. അടിപൊളി. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. പക്ഷേ ഈ സാധനത്തിന് പേരെന്താ? അയ്യോ, ഹെവി. അടിപൊളി. ഇത് ഇതിനൊക്കെ ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണുന്നത്. നോക്കി എന്നെ ഇല്ല കൊത്തു. എന്താണ് നോക്കി, ഹെവി. നോക്കി എനിക്ക് എന്റെ പടച്ചോര് ഇതിനൊക്കെ ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. എന്താ അവിടെ തല്ലുപിടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തുപിടിക്കണ്, തല്ലുപിടിക്കണ്. എന്താ ബ്രോ അത്? നല്ല സുഖമുണ്ട്. എന്നെ മൊത്തോട്ടാൻ പിടിച്ചോണ്ടിരിക്കും. സീരിയസ്ലി നല്ല സുഖമുണ്ട് കേട്ടോ. അയ്യോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാവും. ഇത് വല്ല പൊത്തുവാന്നുള്ളൊരു മൈൻഡ് വരും. ഇതൊക്കെ വാവുണ്ടല്ലേ.
അപ്പുറത്ത് താഴത്തേക്ക് ഇട്ട് പോർട്രേറ്റ് എടുത്താൽ ബാക്ക്ഗ്രൗണ്ട് കാണൂല. ഇങ്ങനെ എടുക്കാം. അത് വന്ന് ഒരു കൊത്തു കൊത്തണം ബാക്കിലുണ്ട്. മഷമ്മയുടെ ഫ്രണ്ട് ചെന്നാ മതി, അപ്പൊ പ്രശ്നമില്ല. അവന് പേടി. അപ്പൊ സെൽഫി എടുക്കാം. ആ വേണ്ട വേണ്ട, നിക്കണ്ട. പേടി ഉണ്ടെങ്കിൽ നിക്കണ്ട, കുഴപ്പമില്ല. എല്ലാരും നിൽക്കും, ഞാൻ എടുത്തുതരാം. 3 രൂപ ഇവിടെ നോക്കിയോ, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ക്ലിക്ക് ചെയ്യാം. അതൊക്കെ കാണും, നിങ്ങൾ നിന്നാ മതി. സുനും കൂടെ നോക്ക്, നേരെ നോക്ക്, അടുത്തേക്ക് മുട്ടിമുട്ടിക്ക്. നിങ്ങൾ നിൽക്കുക. സോനുവിനല്ല ഇപ്പൊ പേടി. പേടിയല്ല, ഒരു ഭയം. നിക്ക് നിക്ക്, ഇവിടെ നോക്ക്. പശു മക്കൾ പറ്റിക്കും. ഇല വീണ നോക്കി, നല്ല രസമുണ്ട് ഇങ്ങനെ ഇല ഇങ്ങനെ വീണ. ആ നിന്നു. യെസ് യെസ്, നമ്മളിവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടുത്തെ കിട്ടില്ലൻ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല വൈറ്റ് ഫിഷ്. നിങ്ങൾക്ക് മര്യാദക്ക് കാണുന്നുണ്ടോന്നറിയില്ല, പക്ഷെ നേരിട്ടാണ് ഫിഷ് കണ്ടില്ല. എന്താണെന്താ എന്തല്ലേ ഇത്? നീ വിചാരിച്ചത് മിററാണോ നമ്മളെ തന്നെ കാണണ്ട? ആ മോനെ ഹെവി കേജ് നോക്കിയേ. അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റം എന്താണെന്ന് നോക്കട്ടെ. ടോക്കോ ടൗക്കാൻ. അതേ ഉണ്ടല്ലോ, അകത്തുണ്ടല്ലോ, അകത്തുണ്ട്. ഞാൻ അടുത്ത് എന്നിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. മോനെ കൊള്ളല ഐറ്റം. വരൂ വരൂ വരൂ. അതെ, ഞാൻ തന്നെയാണ് ബഷീർ ബഷി. നോക്കിയോ അതിൻ്റെ വായ നോക്കി, കിടലായിട്ടുണ്ട്. അതിൻ്റെ വായ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ചാടി 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 അവിടെ പോണു. നല്ല ഭംഗിയുണ്ടല്ലോ അതിനെ കാണാൻ. അത് ശരിയാ, കാക്കനെ പോലെ ഉണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇത്. പേരാണ്, പേരിനെ കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ബേഡ്സ്. എല്ലാത്തിനും സെപ്പറേറ്റ് കേജ് ഉണ്ട്. കാറ്റ് കൊള്ളുകയാണോ? അതല്ല ഗൈസ്. അടുത്ത നമുക്ക് ജിറാഫിനെ കാണാം. വേൾഡ് ഈസ് ലാർജസ്റ്റ് ടവർ ഓഫ് ഓവർ 200 ജിറാഫ്സ്. പൈസ കൊടുത്ത എല്ലാത്തിനും ഫീഡ് ചെയ്ത് കയറി. അതാണ്, നമ്മളല്ല ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അടിപൊളി. നോക്കിയത് അവിടെ ആയിട്ട് എല്ലാരും ജിറാഫിന്റെ തല മാത്രം തള്ളി തെളിയിക്കുന്നുണ്ട്. എല്ലാരും ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുള്ള നോക്കാം. ജിറാഫ് ഫീഡിങ് 150. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. ഫീഡ് ചെയ്യണമെങ്കിൽ 150. ബാത്ത് നമുക്ക് കൊടുക്കണം. നോക്കി മോനെ, ഇതേ പോണ പോക്കുണ്ടോ, അടിപൊളി. ജിറാഫ് കഴിക്കില്ലേ, ഒരെണ്ണം ഇങ്ങോട്ട് വരാൻ വേണ്ടി പോണു. വന്നിട്ട് എവിടെ പറഞ്ഞു? ഇവിടെ നോക്ക്, അപ്പുറത്ത് നോക്ക, തലയിട്ടിരിക്കണ്. അപ്പുറത്ത് ഇവിടെ 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 ഇവിടെ. എനിക്കൊന്നും ഇല്ലേന്നും പറഞ്ഞിട്ട് നിക്കണ നോക്കിയേ. എനിക്കൊന്നും ഇല്ലേ, നാക്കൊക്കെ ഇട്ടിരിക്കണ്. എനിക്കെന്തെങ്കിലും തരുമോ? മൊബൈൽ എടുത്തോണ്ട് കൊണ്ടുവന്നായി. നോക്കിയാ അവര് അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കണണ്ട. നമ്മളെ നല്ല ഹൈറ്റിൽ നിർത്തിയേക്കണം, മനസ്സിലായാ? കാരണം അതിന്റെ തല വന്ന് മേളിലേക്ക് വന്നെങ്കിൽ നമ്മളെ നല്ല ഹൈറ്റിൽ എഴുതുന്നുണ്ടല്ലോ. നോക്കി നോക്കി നിക്കണോക്കല്ലേ, നല്ല ഹൈറ്റിൽ നിർത്തിയിട്ടുണ്ട്. മോനെ കൊള്ളാം. ഒരുപാട് ജിറാഫുകളുണ്ട്.
നിറഞ്ഞിട്ടാണ്. നിങ്ങക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാട്ടോ. കൊടുക്കണോ? ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യിക്കാം. ഫീഡ് ചെയ്യാം അല്ലേ? ഓക്കെ. അങ്ങനെ ഞാനൊരു ഫീഡിങ് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാ എടുത്തോ. ഇവിടെ ആയിട്ടാണ് ഫീഡ് ചെയ്യുന്ന ബക്കറ്റ് ഉള്ളത്. ഫീഡ് ചെയ്യൂ, എല്ലാവരും ഫീഡ് ചെയ്യൂ. ആ സൈഡിലേക്ക് പോവാം. ഓക്കെ, ആ സൈഡിലേക്ക് പോവാം. മമ്മ എടുക്കും, മമ്മ. ഓ മോനെ പൊളി. ഇതിന് തുടങ്ങണേ ബക്കറ്റ് വന്ന കണ്ടപ്പോ തന്നെ അവിടെ നോക്കണേക്ക്. ബക്കറ്റ് വന്ന കണ്ടപ്പോ നമ്മുടെ ബക്കറ്റിലേക്ക് നോക്കണേ. ആ സ്റ്റിക്കിട്ട് കൊടുക്കണം. സ്റ്റിക്കിട്ട് കൊടുക്കണം. ഇതുണ്ടോ കാണിച്ചു തരാം. നിക്കണേ കൊടുക്കണ്ടത്. ആ ഓക്കെ. നിക്ക്. അവരത് ഫോട്ടോ എടുത്ത് ചെയ്യട്ടെ. സുനു കൊടുക്കണ്ട. സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി. പേടിക്കാനൊന്നുമില്ല. സ്റ്റിക്കല്ലേ, പേടിക്കാനൊന്നുമില്ല. പേടിക്കാനില്ല സൈക്കോ. സ്റ്റിക്ക് വെച്ച് കൊടുക്കണല്ലേ. ഫേസ് കട്ട് കറക്റ്റ് മോശം പോലെ കഴുത്തും. അത് ഒന്ന് തൊട്ടിട്ട് പോ പ്ലീസ്. ഫുഡ് കഴിക്കട്ടെ. ഒന്ന് തൊട്ടിട്ട് പോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അതാണ് ഇത്. എല്ലാരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് അതിനകത്തേക്ക് വാങ്ങിച്ച് കഴിക്കാൻ. കൊടുത്തോ. പാവം കൊറേ നേരമായിട്ട് നോക്കണേ. കൊടുക്ക്. കൊടുക്കടി, കൊറേ നേരമായിട്ട് പാവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിറാഫിന് ഫുഡ് കൊടുക്കും. ഇതേ അടുത്തേക്ക് ഇടിച്ചു കയറിയല്ലോ. സോനു നിന്റെ തലം കടിച്ചിട്ട് പോകാൻ വേണ്ടി ഓർമ്മ പറ്റി. അവിടെ പിടിപലി, സ്റ്റിക്കില് പിടിപലി. എന്താ സൈകു ഇങ്ങനെ? പേടിക്കാനില്ല, വാ ഇങ്ങോട്ട്. തലേന്റെ തൊട്ട് ബാഗില്. നോക്കി അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. വന്നേ അവിടെ നിന്ന് ഫുഡ് കൊടുക്ക. ആ സ്റ്റിക്ക് വെച്ച് ഫുഡ് കൊടുക്കും സൈക്കു. ആ പേടിക്കാനില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതിരുന്നാണ് ഇങ്ങനെ. വൈകിട്ടെ ബേബി എല്ലാം തീർക്കണ്ട കേട്ടാ. 100 രൂപ കൊടുക്ക, എനിക്ക് കൊടുക്കാം. സോനു നിന്നെ തിന്നോട്ടോ താല. വേറെ പാവന്റെ സൈഡോട്ട് നിന്നെ ഒരു പോസാക്കെ തല എടുത്തോണ്ട് പോയിരുന്ന വേണ്ടേ? ആർക്ക് വേണ്ടേ? അത് കാലാന്ന് തോന്നുന്നു. ബേബി എല്ലാം തീർക്കണ്ടോ ബേബി? ഇനിയില്ല കയ്യിൽ. ബേബി എന്താണ് ഇതെല്ലാം തീർക്കല്ലേ? തീർക്കല്ലേ ബേബി? തീർക്കല്ലേ? ഇനി എനിക്ക് സ്റ്റിക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ തീർത്തല്ലേ? നന്നായിട്ടാ, ഗുഡ് ബോയ്. ഓക്കെ ഗൈസ്, അങ്ങനെ സഫാരി വേൾഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഈ ഫീഡ് ചെയ്യുന്ന ഏരിയയിലൊക്കെ ഇങ്ങനെ വരണം നമ്മൾ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ ചാടി ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോയതാണ്. ഭാഗ്യമാണ് ബസ്സിലേക്ക് കയറാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് കാണണം. ഇത് വേറെ വൈബാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ജിറാഫിനൊക്കെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഏത് വണ്ടി
എല്ലാവർക്കും ഓരോ വണ്ടി എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മള് വേറൊരു ജീവിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല വെയിലും അതേപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇടുന്ന നല്ല വൈബിൽ കിടക്കുന്നുണ്ട് ഗൈസ്. ഹലോ, ഉറക്കോടാ, വെള്ളത്തിലിരുന്ന് ഉറക്കണത്. സൗകര്യമായിട്ട് കിടന്നുറങ്ങണം. പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? വാ നമുക്ക് നോക്കാം. അതങ്ങോട്ട് ഓക്കെ, വരൂ വരൂ, നമുക്ക് വിടാം. അടിപൊളിയാണ് ഇവിടെയൊക്കെ സെറ്റപ്പ്, കൊള്ളാം. ഗൈസ്, അങ്ങനെ നമ്മളടുത്തത് വോൾറസ്. ഞാൻ ഇതാണെന്ന് വിചാരിച്ചു മറ്റേത്, പക്ഷെ അതിന് പല്ലില്ല, ഇതിന് പല്ലുണ്ട്. വോൾറസ് ഇതിനൊക്കെ അല്ലേ ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ തൊട്ടൊക്കെ വയ്ക്കും. അല്ല, അതിനെ നമുക്ക് പറ്റുള്ളൂ. സോനു ഇവിടെ എന്താണ്? നമ്മുടെ ബോഗൻവില്ല നടുക്ക് തന്നെ ബോഗൻവില്ല സെറ്റ് ചെയ്ത് പോണ അടിപൊളിയുണ്ട്. എന്താ എന്റെ പടച്ചൂന് ഹെവി. നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണണ്ടെന്നറിയില്ല. ഞാൻ എന്തായാലും സൂമിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചത്. വലിയ വലിയ ഫിഷ് അടി കൂടെ പോണു. സോനുന്റെ ഹീൽസ് ഫിഷിലിട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ വലിയ വലിയ മീനല്ലേ? ഞാൻ സൂമായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ചെറുതിൻ്റെ അടിയിൽ കൂടെ പോണതൊക്കെ വലിയ ഫിഷ്, നല്ല നീളമുള്ള ഫിഷ്. ഓ ഹെവി, അതൊക്കെ നികിട്ടം കണ്ടില്ല. അടിപൊളി അടിപൊളി. ഓക്കെ മക്കളെയും വരൂ, സമയം പോകണം. ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കാം. വരും വരും വരും, സമയം പോകുന്നു. വോൾറസ്, വാവ്, അടിപൊളി കേട്ടോ. നല്ല കിഡിലൻ ആയിട്ട് സെറ്റ് ഉണ്ട്. എൻ്റെ അമ്മ ഇത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ വോൾറസ്. ദേണ്ട വോൾറസ് വോൾറസ്. അയ്യോ എന്ത് വലുത്. ഞാൻ എന്താ പൂച്ചനെ വിളിക്കണേ? നോക്കി വാങ്ങിയ ബാബാ, അവിടെ ഒരു ഫോട്ടോഷൂട്ടാ. അടിപൊളി കേസ്. അതിന്റെ മേളക്ക് കാണാൻ നല്ല രസമുണ്ട്. ആ ഷിപ്പൊക്കെ സെറ്റ് ചെയ്യണണ്ട. ചൂത് അവിടെ ചാടിയുണ്ടല്ലേ, അവിടെ കിടന്ന് നീന്തി മറിയനാണ് അവിടെ. പൊളി. എല്ലാരും പോയാ? ആ, ഞാൻ വിചാരിച്ചത് കല്ലാണത്, വോൾറസ് ആയിരുന്നു അത്. എവിടെയൊക്കെ ചാടി മറിയുണ്ട് ഗൈസ്. ആ സാധനം കണ്ട, അത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക കല്ലാണെന്ന്. പക്ഷെ കല്ലല്ല, അത് ആ വാൾറസ് എന്ന് പറഞ്ഞ ജീവിയാണ്. അവിടെ കിടന്ന് നീന്തി വന്നേക്ക്. കൊമ്പ് കാണാണ്. മലമ്പോട്ടടിക്കുന്നത്. എനിക്ക് കാണത്തെ. മറിഞ്ഞു കിടന്നത് നീന്തണത്. ഞങ്ങളുടെ അവിടെ മലമ്പോട്ട് എന്ന് പറയും ഇങ്ങനെ മറിഞ്ഞു കിടന്നത് നീന്തണത്. ആഹാ, എന്ത് വലിയ പല്ലത്. സൂപ്പർ. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് വന്നത് വോൾറസിനെ കാണാൻ. ആദ്യം നിങ്ങളെ കാണിച്ച് പക്ഷെ നോക്ക് പക്ഷെ ബാക്ക് നോക്ക്. പേടിച്ച് അതല്ല, ഇത് അതിന് മേളിൽ കിടക്കണൊക്കെ കല്ലല്ല, അത് കല്ലല്ല. ഞാൻ ആക്ച്വലി കല്ലാന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചത്. ആ പൊള്ളും നല്ല ചൂടുണ്ട്. പക്ഷെ ആ സാധനം എണീക്കണല്ലോ. ഇത് അവിടെയൊക്കെ എണീക്കണ്ട്. നല്ല ബാസ് ഉണ്ട് അല്ലേ? ഓക്കെ ബാ, നമുക്ക് അടുത്ത കാണാൻ പോവാം. അങ്ങോട്ട് പോവാം.
ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ആക്കണം. ചിലപ്പോ സോളോ ട്രിപ്പർ ബാ വെയിലുള്ള ബാബാ എല്ലാരും ബാ ഇവിടുത്തെ പഴയ ബാബാ ബോക്സും ഷൂസ് ഒക്കെ ഇട്ടാ വന്നേക്കണം. അപ്പൊ ഇന്നല്ലാണ്ട് ഷൂസ് ഒക്കെയാണ് ഇടാൻ, അല്ലാണ്ട് ഇവിടെ ഹീൽസ് ഒക്കെ ആരെങ്കിലും ഇട്ടുണ്ടല്ലോ. നല്ല രസമുണ്ടോ ഷിപ്പ് പോലെ സെറ്റ് ചെയ്യണം. ബോക്സിന്റെ സൗണ്ട് പോലെ ഉണ്ട്. ഇബ്രാഹിം നല്ല യൂസ് ചെയ്യും ചപ്പൽ ട്രിപ്പിന്. ഇത് അടിപൊളിയാ. സോനുണ്ട് പെട്ടിൽ വെച്ച് വന്നിട്ടുണ്ട്. എടുത്തില്ല. എനിക്കും സോനു ബേബി മേടിച്ചാണ്, അതുകൊണ്ട് മറ്റേത് കുറച്ചുകൂടെ ക്യാഷ്. അല്ല അതിന്റെ അങ്ങോട്ട് വഴി ഉണ്ടാവും ലെഫ്റ്റിലേക്ക്. അങ്ങനെ ആ എലിഫന്റിന്റെ ക്ലോസ്ഡ് ആണോ അല്ലേ? എക്സ് വേൾഡ് ഉണ്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോ. ആ എലിഫന്റ് ഷോന്റെ അവിടെ ക്ലോസ്ഡ് ആ. അതിന് ടൈമിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് എക്സ് വേൾഡ് നോക്കാം. വേൾഡ്സ് വൺ ആൻഡ് ഓൺലി. ലോകത്തിൽ ഒന്നേ ഒന്നുള്ളൂ ഗൈസ്, എക്സ് വേൾഡ്. ലോകത്തിൽ തന്നെ ഒന്നേ ഒന്ന്, എന്നെ പോലെ. പിന്നെ ബഷീർ ലോകത്തൊന്നുള്ളൂ. ഇപ്പൊ ആൾക്കാർ പറഞ്ഞോളൂ. ഉമ്മച്ചി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്നൊരു ടൈമോ ലാസ്റ്റ് നാട്ടുകാർ നമ്മളെ പൊങ്കാലിടും. ഉമ്മച്ചി സ്റ്റോറി വീഡിയോ എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്കും അല്ല സുനുവിനെ പൊങ്കാലിട്ടുണ്ടായിരുന്നിട്ടാ. സ്വന്തം തള്ളേന്റെ ഒപ്പം നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. സുനു അപ്പൊ ഐ ഡോണ്ട് കെയർ. We don't actually. Okay. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പറഞ്ഞ വാങ്ങിച്ച് വളർത്തണം. മോലുക്കാൻ കൊക്കാച്ചോ എക്സ് വേൾഡ്. എക്സ് വേൾഡ്. സോനു വരട്ടെ. എവിടെ വന്നില്ലല്ലോ സോനു. മതി ബാ. അങ്ങനെ ഉമ്മായി മോനും എത്തിക്കഴിഞ്ഞു. സോനു ഹീൽസ് ഇട്ട് അറിയാന്ന് വന്ന് പെട്ട് കേസ്. ഹീൽസ് ഇട്ടിട്ട് പണി കിട്ടി. അത് എന്റെ ഹീലിന്റെ ഇവിടെ അല്ല വേദന, ഇവിടെ വേദന എന്നറിയത്. എന്നാലും എനിക്ക് വിണ്ട് കയറിയിട്ടുണ്ടല്ലോ കാല് വിണ്ട് കയറിയപ്പോഴത്തേക്കും ഈ നടുവില്ലേ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ വേദന എടുക്കണം. ശരിക്കും നമ്മളെ ഷൂസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ഇടണം, എന്നാലേ ഇതിനൊക്കെ ഇതുപോലുള്ള ട്രിപ്പൊക്കെ പറ്റുള്ളൂ നടക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ പുഷ്. വരൂ. എക്സ് എക്സ് പലതരം മുട്ടകൾ. ഇത് ജീവനുള്ള സാധനത്തിനെ പോലെ ഉണ്ടിട്ടാ. ഓക്കെ. അയ്യോ ഇതൊക്കെ റിയലാണ്ടോ? റിയൽ മുട്ട ഉണ്ടോ? ഇത് ഇതുണ്ടല്ലേ വലിയ മുട്ട നോക്കി. ആ ഒറിജിനൽ മുട്ടയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത്. ഒറിജിനൽ എഗ്സ്. ഓക്കെ ബാ സോനു. ആ ഓപ്പണാണോ? അല്ലെന്ന് ഇത് ഒറിജിനലെ പോലെ ഭയങ്കര. ഞാൻ ആദ്യം എനിക്ക് ഡൗട്ടായിരുന്നു ഒറിജിനലാണോ ഓടി തലേ കയറിയാണ്. എക്സ് വേൾഡ് ഏത് പറയാൻ പറ്റില്ല. അത് ഒറിജിനൽ ചിക്കൻ ഇതുണ്ടല്ലോ അതിന്റെ ഇത് മുതലിട്ടുണ്ട്. ഡേ 1 മുതൽ ഡേ 7 വരെ. ഇതുണ്ടല്ലേ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഇതെല്ലാം നോക്കിയോ നിങ്ങൾ. ആ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6, ഡേ 7. അതെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ഡേ 9. എന്റെ പൊന്നോ ഇനി കുറേ ഉണ്ട് കേസ്. ഇത് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് ഇൻഷാ അല്ലാഹ് കണ്ടാൽ മതി. അതെ അതെ ഇതെല്ലാം 70 മുതലൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. 70 18 ഇല്ല 19 വന്നപ്പോഴത്തേക്കും അത് കുഞ്ഞായി. 21 ആയപ്പോ പക്ക കുഞ്ഞ് പുറത്ത്. ഇത് നോക്ക് മറ്റേ ഇത് വിരിക്കണം.
ക്ലീൻ ആൻഡ് അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ടോ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ. അതിന്റെ മെഷീൻസ് കാര്യങ്ങളൊക്കെ എക്സൊക്കെ വെച്ചിട്ട്. അയ്യോ അല്ല അതിന്റെ എഗ് ഉണ്ട് കേട്ടാ. എഗ് ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ. പാരറ്റ് എഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 2 ചെറിയ എഗ്. കുഞ്ഞ് എഗ് 2 ഉണ്ട്. ആ അവിടെ കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് അടിപൊളി. എടി ഇവിടെ ഫുൾ സെറ്റപ്പ് ഉണ്ട്. എഗ് അവിടെ നിന്ന് വലിയ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. നോ ഫ്ലാഷ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ഇല്ല. സൂപ്പർ സൂപ്പർ. ഇത് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. ആ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് കുഞ്ഞുങ്ങൾ. അയ്യോ ഈ കുഞ്ഞിനെ തന്നെ കാണിച്ചോണ്ട് പോയിരുന്നു അല്ലേ? മക്കാന്റെ കുഞ്ഞ്. ആ എന്താ ചെയ്യണ്ടല്ലേ സൈ. ആയി ഇതെടുക്കണോ ഈ പൊടിക്കാച്ചി കുഞ്ഞുങ്ങൾ. നൈസ് നൈസ്. അത് നമ്മൾ സൂം ചെയ്ത് കാണിച്ചത്. സൈന് ഇഷ്ടപ്പെട്ടില്ല സൈ? ഇത് കുഞ്ഞായോണ്ട് എനിക്കൊരു പേടിയില്ല. നല്ല ഒരു ഇതാവും. മീൻസ് ഭയങ്കര സോഫ്റ്റ്. ബേബീസ് നോർമൽ ഇൻക്യുബേറ്ററിൽ കഴിക്കണ്ട. അടുത്തത് പാരറ്റിന്റെ കുഞ്ഞുങ്ങള്. പാരറ്റിന്റെ കുഞ്ഞ് പൊടിക്കുഞ്ഞ്. അതിന് മറ്റേ ചൂടത്ത് വെച്ചേക്കണേ. അടിപൊളി. വരൂ നീ അടുത്ത നോക്കാം നമുക്ക്. വെറൈറ്റി കളക്ഷൻ ഓഫ് ബേർഡ്സ് എഗ് ആൻഡ് ഫീദർ. വെറൈറ്റി കളക്ഷൻസ്. എഗിന്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ നിങ്ങൾ വന്നു തന്നെ കാണും കേട്ടോ. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചൊക്കെ നമ്മൾ കാണിക്കണുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കും കാണാം. അതേ അല്ലേ അതിന്റെ വലുതായത് നോക്കിയേ. വലുതായത് അടിപൊളി അടിപൊളി. എല്ലാത്തിനെയും ഇത് കൂട്ട് അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊക്കെ വലുതാക്കി എടുത്തേക്കുന്നുണ്ട്. വാവ് അടിപൊളിയായിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഫുഡ് കൊടുക്കാം. ഫീഡ് ചെയ്യണം. വലിയ സിറിഞ്ച്. ഓരോന്നിനും കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യാൻ പോകും. നോക്കാം നമുക്ക് എങ്ങനെ ഫീഡ് ചെയ്യണം. നമ്മൾ പാരറ്റിന് ഉണ്ടായിരുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഫീഡ് ചെയ്യണം. അതിൻ്റെ ഉള്ളില് അങ്ങനെ വെച്ചിട്ടല്ല ഫീഡ് ചെയ്യുന്നത്. അത് ശരിക്കും അണ്ണാക്കിലേക്ക് ഇറക്കി ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഒറ്റ തള്ളല. നമ്മളിങ്ങനെ ഒരു മയത്തിലേക്ക് ഇറത്ത് കൊടുത്തത്. പക്ഷെ ഇത് ഒരൊറ്റ അവർക്ക് എക്സ്പേർട്ട്. അവര് അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഒറ്റടിക്കാൻ കൂടെ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ട് വെച്ച്. ഫീഡിംഗ് ടൈം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫീഡിംഗ് ടൈം. താങ്ക് യു. താങ്ക്സ് സോ മച്ച്. ഓക്കെ. അത് എപ്പോഴും അറിയാം. അതെവിടെ വന്ന് നിൽക്കണ്ടാവും. എനിക്കിത് ഒരെണ്ണത്തിന് ഇതിനേക്കാ പോലെയുള്ള ഒരെണ്ണത്തിനെ വാങ്ങിച്ച് വളർത്തണമെന്നുണ്ടല്ലോ. ഇണക്കി വളർത്തണം ഒരെണ്ണത്തിന് അല്ലേ? മലയാളമൊക്കെ പറഞ്ഞു. കച്ച മലയാളമൊക്കെ പറഞ്ഞു. അടിപൊളി. അതെ. എന്താണ് അതിൻ്റെ ഉള്ളിൽ? അടിപൊളി അടിപൊളി.
അതിന്റെ ഇത് നോക്കി തൊപ്പി. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ മനുഷ്യന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. വേറെ ഏതാ വെക്കണം? അവിടെ അതൊക്കെ ആയിരിക്കും പറയണ പലപ്പോട്ട അങ്ങോട്ട് പോകണ. എക്സ്പ്രഷൻ കണ്ടിട്ടാണ്. എല്ലാരും കൂടി നമ്മളെ കളിയാക്കളായിരിക്കും. പക്ഷേ ദാറ്റ്സ് ഗുഡ് അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഇതിലൊക്കെ ഭയങ്കര വിലയുണ്ട്. കലവത്ത് പോലും ഞാൻ കാണിച്ചരാ. കമ്പി പിടിച്ചിട്ട് ഒരു ഐറ്റം കൂടി കാണിച്ചരാ. കാലൊന്ന് റെഡിയാക്കട്ടെ ഞാൻ. ഒരു മിനിറ്റ്. കണ്ടാ ഒറ്റ കാലിൽ ചാടി വന്നോട്ടാ. കണ്ടാ ഞാൻ കണ്ടാ ഒരു സെക്കൻഡും കൂടെ ഞാൻ അപ്പുറത്തോടെ കാണിച്ചരാ. നീ ഇവിടെ നിന്നോടി. മലയാളികൾ വരുമ്പോ ഉപകാരപ്പെടും. ഇതെന്താണ് ഞാൻ ഷോ കാണിച്ചപ്പോഴത്തേക്ക് ട്രാൻസ്ലേഷൻ. മലയാളികൾ വരുമ്പോ ഓക്കെ. ഇവിടെ എന്താ കുഞ്ഞുങ്ങള് നമ്മ കുഞ്ഞുങ്ങള് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെയാ. ഒന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതിന്റെ ഫുൾ അനാറ്റമി ഉണ്ട്. എക്സ് അതിന്റെ ഇത് എന്താ പറയാ, വായ്, എല്ലുകള്, അതിന് കൊടുക്കുന്ന ടൂൾസ്, അതിന്റെ നെയിൽ കട്ടറും നെയിൽസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതും അതിന്റെ ഫീഡ് ചെയ്യാൻ പറ്റിയ സിറിഞ്ചുകളും പലതരം എഗ്ഗുകൾ. അതെ, എക്സിന്റെ ഒക്കെ അതല്ലേ പറഞ്ഞ വേൾഡിൽ ഒന്നേ ഉള്ളൂ. ഇതുണ്ട പലതരം എക്സുകൾ. പ്ലീസ് ടച്ച് ജെൻലി. നല്ലൊരു ആശ്വാസം. ക്രോക്കഡൈലിന്റെ എല്ലിട്ട നോക്കി. അടിപൊളി. ഇതെന്താ? ഇതെന്തിന്റെ? ദിനോസറിന്റെ ഒക്കെ. ദിനോസറിന്റെ അയ്യോ, അതൊരു പ്രത്യേക ടൈപ്പ് അല്ലേ? ഭയങ്കര അങ്ങനെ പൊങ്ങ് അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, വെയിറ്റും കാര്യങ്ങളൊക്കെ. അതിന് എന്താണ് ഡൈനോസറിന്റെ എഗ് എവിടെ നോക്കട്ടെ. ഇതെന്താണ്? എലിഫന്റ് ബേർഡ്സ് എഗ്. ഓ, എലിഫന്റ് ബേർഡ്സ് എഗ് അല്ലേ? ത്രാസിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അതായത് 15 അതായത് 15 ചിക്കനൊക്കെ അല്ലേ, കോഴിമുട്ട, അതിന്റെ വെയിറ്റ് ആണ് ഒരു ഓസ്ട്രിച്ചിന്റെ ഇതിന് മുട്ടക്ക്. മനസ്സിലായി? അതാണ് ഇങ്ങനെ ത്രാസിട്ട് വെച്ചേക്കുന്നത്. 15 കോഴിമുട്ടയുടെ വെയിറ്റ് ആണ് ഒരെണ്ണത്തിന് വരുന്നത്. മനസ്സിലായല്ലോ? ഇത് കാണുമ്പോൾ അറിയോ? അയ്യടാ, അവന് തന്നെ കോട്ടായി വരും നീ പറയാനായിട്ട്. നിക്കും അവരത് കാണിച്ചിട്ടുണ്ടില്ലേ? അങ്ങനെയല്ലടി, ഏതാണ്ട് ഒരു ഉദ്ദേശം എക്സാക്ട് അല്ല പറയണേ. ഇതെന്താ സംഭവം? അതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചേക്കണ്ടല്ലോ. നമ്മൾ കാണാത്ത 7500 ഹോൾസ് ഉണ്ടെന്നാ പറയണ. സുഷിരങ്ങൾ. അതാണ് ഈ സുഷിരങ്ങളാണ് കാണിച്ചത്. അതിന്റെ അകത്ത് കൂടെ റെഡ് ലൈറ്റ് ഉള്ളിൽ നിന്ന് കാണണ്ട. എയർ പാസേജിന് വേണ്ടിയിട്ട്. അതാണ് ശരിയാണല്ലോ. കാരണം എഗ്ഗിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനൊരു ഓക്സിജന് വേണ്ടേ. അയ്യോ, അതൊക്കെ ഞാൻ ഇപ്പൊ അറിയണ അറിവില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അറിവേ ഉണ്ടായിരുന്നില്ല. കാണിച്ചേക്കണത് അടിപൊളി.
ഓക്കെ, ഇവിടെ പലതരം മുട്ടകളുണ്ട്. ടേർട്ടിലിന്റെ ഓക്കെ, ക്രോക്കഡൈലിന്റെ എഗ് നോക്കിയാൽ ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് എഗ് അല്ലേ ക്രോക്കഡൈലിന്റെ? ഒരു വല്ലാത്ത ടൈപ്പ് എഗ്സ്. മറ്റവരുടെ നോർമൽ മോഡല് ചിക്കാറ്റോ, ജർമ്മൻ ഗീസ്, എമൂസ് എഗ്. അയ്യോ, അത് വല്ലാത്തൊരു ടൈപ്പ് എഗ്. ഗ്രേ കളറിലും ബ്ലാക്കിലും. നൈസ് നൈസ്. ആ, മുന്നോട്ട് കഴിക്കും. എന്താ നോക്കിയാൽ എല്ലാത്തിൻ്റെയും എല്ലാ സ്കെൽറ്റും. ഓക്കെ, അപ്പോൾ എക്സ് വേൾഡ് കഴിഞ്ഞു. ഇനി എക്സൈറ്റ് ആണ്. വാ സോനു, കഴിഞ്ഞെങ്കിലും വരൂ. വന്നം പ്ലീസ്. നീ അവിടെ തന്നെ സെറ്റിൽ ആയിക്കും. നോക്കിയത് ഇവിടെ കുറെ സ്കെൽറ്റൺ ഉണ്ട് കേട്ടോ. അത് ക്ലോസ് ആക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇത് പോകില്ല AC. ഓക്കെ, ബാ. അടിപൊളിയായിരിക്കും. അല്ല, അത് കാലിഫോർണിയ സീലാണ്. ഇതേണ്ടേ സൈക്കും? നൈസ് ആയിരുന്നല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിൽ പോവാം. അല്ല, ഞാനും വിചാരിച്ചു എന്താ ഇത്ര പ്രൈസ് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നൈസ്, അടിപൊളി. ആ, വീണ നോക്കി കിടക്കും, സൂക്ഷിച്ച് കിടക്കേ. നമുക്ക് അടുത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഒരു സ്പൈ വാറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആർമി ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അൽപ്പക്ക നോക്കട്ടെ, കൊള്ളാലോ. ഓ, പയ്യൻ പേടിച്ച് അതടുത്ത് വന്നത്. ഓടിയൊക്കെ എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ. ക്യാരറ്റ്, ഇവിടെ എല്ലാവരും നടന്ന് വിഷമിച്ച്. സുനി ഇരിപ്പായി അവിടെ അവർ 1 ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാ ബസ്സിൻ്റെ ടൈമായി. ഇനി ഇവിടെ നിന്നാൽ ഇവിടെ നിപ്പായി പോകും. ഇനിയും കുറേ നടക്കാനുണ്ട്. എനിക്ക് വേണം 1:30ക്കാണ് അടുത്ത ബസ്സുള്ളത് ജംഗിൾ സഫാരിക്ക്. പക്ഷേ ഇവിടുന്ന് ഇതൊക്കെ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 1:30 കഴിയും. പിന്നെ 2 മണിക്കായിരിക്കും ബസ്. ക്യാമ്പ് കങ്കാരു. ഇത് നോക്കട്ടെ. ആ, അതെ, കങ്കാരു എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കങ്കാരു ഉണ്ട് കേട്ടോ, കോർണറിലായിട്ട്. ഇവിടെയൊക്കെ ഉണ്ട് കങ്കാരു. എല്ലാ കോർണറിലൊക്കെ ഒരുപാട് കങ്കാരു ഉണ്ട്. എല്ലാം റെസ്റ്റ് ചെയ്യണതാണ് ഗൈസ്. അടുത്തത് അമേരിക്കൻ ഫ്ലാമിംഗോ. ഒരുപാടുണ്ടല്ലോ ഇവിടെ. എല്ലാവരും വരിവരായിട്ട് നിൽക്കുന്നുണ്ട്. അയ്യോ, അതെ. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, മനസ്സിലായ? സമാധാനത്തിൽ നടക്കാം. അതുകൊണ്ടിട്ടാണ് മഷി വ്ളോഗ് ഉപയോഗിച്ചത്. ഞാനിവിടെ ഫുള്ള് എല്ലാം കൂടെ ഞാനെല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോഴും ഭയങ്കര ടഫ്. നീ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ? ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി ആയിട്ട് നമുക്കിപ്പോഴും കാണാം. അതല്ലേ
ഇവിടെ നോക്ക് നമ്മുടെ ആള്. ഹലോ നോക്കിക്കേ, അവിടെ പോസ്റ്റ് ചെയ്യണം മേലെ കിട്ടി. അവിടുന്ന് ഓടി വന്നേ വരൂ. ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കണ്ട്. ആരങ്ങനെ അടുത്തുണ്ടാകത്തേക്ക് സൈക്ക് ഓടും. സൈക്ക് ഇപ്പോ പോകുന്ന കളിക്കും. സോനു ആ ചെല്ലി ഫോട്ടോ എടുക്കും. നമ്മളൊക്കെ ഫുള്ള് ഫോട്ടോഷൂട്ട്. ഇവിടെ എന്താ കുഞ്ഞു കൊക്കുകളായി, ഡിഫറെന്റ് ഓറഞ്ച് കളറിലെ കൊക്കുകൾ. ആ ചിറകൊക്കെ വിരിച്ചിരിക്കണേ, മീനെ തിന്നിട്ടിരിക്കണ. ചെമ്മീൻ്റെ മണം, ചെമ്മീൻ തലയൊക്കെയാണ് കൊടുത്തേക്കണം ഫുഡായിട്ട്. അവിടെ എത്തണം. വരൂ നടക്കൂ. ഒരുപാട് നടക്കാറുണ്ട് ഗൈസ്. നടന്ന് ചുറ്റി കറങ്ങി കാണാനുള്ളുണ്ട്. നടയോട് നട. എന്തിന്? വൈറ്റ് ഒരു ഇതുണ്ടാവില്ല, ഓപ്പൺ ആയിട്ടുള്ള ഒരു വണ്ടി, അതിൽ പോണുണ്ട്. അയ്യോ തിരിഞ്ഞ മറന്നൊക്കെ ചുറ്റി കിട്ടും. മതിയായി. ബേബി ക്യാമൽ ദേല്ലേ വരുന്നത്. ഉള്ളിലുണ്ട്, നിക്കണണ്ട, ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഇതൊന്നും കാണാൻ പറ്റൂലായിരുന്നു, വൻ നഷ്ടമായിരുന്നു തന്നെ. അവിടെ ക്യാമലിന് ഫീഡിങ് ഉണ്ട്. 150 ബാത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഫീഡിങ്. ഫാൻസി കാർപ്പ് ഗാർഡൻ. കാർപ്പിനെ കാണണോ? ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കാർപ്പിനും കൂടെ കാണാം. കാർപ്പ് അടിപൊളി. കാർപ്പിന് ഫീഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. വാവ് അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. ആംബിയൻസ് അടിപൊളിയാണ്, അടിപൊളി, നല്ല ആംബിയൻസ്. അവിടെ സോന വന്നേ, അടിപൊളി. വൈഡ് ലെൻസ് ഇട്ടിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വന്നു. നോക്കിയേ, മലയൻ താപ്പിർ കൊള്ളാം കേട്ടോ. ഡബിൾ കളർ ആദ്യമായിട്ടാണ് ഈ സാധനത്തിന് കാണുന്നത്. ഇത് പ്രത്യേക ഇനം സംഭവം. നമ്മുടെ ഒരെണ്ണം നിൽക്കണ്ട്, അതിനെ കാണിച്ചു തരാം. ആ അതിൻ്റെ ബേർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തുമ്പിക്കൈ പോലെ അതിന് നോക്കിയേ, ആനേനെ പോലെ ചെറിയൊരു തുമ്പിക്കൈ പോലെ ഉണ്ട് അതിന് ആ സാധനത്തിന്.
അയ്യോ എന്താ ഓടണം. ഏതാണ്ട് ചെറിയൊരു ആനയുടെ ഒരു മൂവ്മെന്റും അതിന്റെ തുമ്പിക്കൈയും എല്ലാം. എന്താ സുരം നടന്ന് വിഷമിച്ചോ? നല്ല വേദന, പിന്നെ നല്ല വെയില് അല്ലേ? ഹീൽസ് ഇട്ടുണ്ടോന്ന് നമുക്ക് ബസ്സിലേക്ക് പോവാം. ബസ് ഇപ്പൊ കിട്ടും പറഞ്ഞ് കൊറേ നേരം ഞങ്ങൾ നടക്കണത്. നടന്നിട്ട് തീരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് എക്സിറ്റ് എത്തി. ഒരുപാട് സംഭവങ്ങൾ ഇനിയും കാണാനുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ടയേർഡ് ആയതുകൊണ്ടിട്ട് ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ല, സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു റിവർ സഫാരി ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾക്ക് വയ്യ. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഐലൻഡൊക്കെ കിടന്നൊക്കെ ഇറങ്ങിയല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി ബസ് അന്വേഷിച്ച് നടപ്പാണ് ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നടന്ന് ഇനി അടുത്തത് ജംഗിൾ സഫാരി. ശരിക്കും പറഞ്ഞാൽ മഷുവിന് ഒരു അവാർഡ് കൊടുക്കണം. ഇത്രയും നേരം അവനെ പിടിച്ച് നടന്ന്, അവനാണെന്നുണ്ടെങ്കിൽ വേറെ ആരുടെ കയ്യിൽ ഇരിക്കുകയില്ല, മനസ്സിലായോ? അവന് മഷുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ നടന്ന് ഒരു പരുവായി. അവിടെ ആയിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ബ്രിഡ്ജ് ഇതുവഴി നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാം, വേറെ റൗണ്ട് അടിക്കണ്ട. ഇത് ഷോർട്ട് കട്ടാ, ഈ ബ്രിഡ്ജ് ഷോർട്ട് കട്ടാ ബാബാ. അല്ല അതൊരു റൗണ്ടാണ്, അതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി വേണം. ഇത് ഒരു ഷോർട്ട് കട്ടാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല ഇത് അപ്പുറത്തേക്ക് ഇറങ്ങാന്ന്, അപ്പുറത്തേക്ക് ഇറങ്ങാന്ന്. ഇത് ജസ്റ്റ് ഇത് ഷോർട്ട് കട്ടാണ്. ബിയറിനെ പിടിച്ചു നടന്നോളാം കേട്ടോ, എല്ലാരും കിടന്ന് ഇളകുണ്ട്. തെന്നാണ്ട് നടന്നാൽ തെന്നണ്ട അല്ല, പക്ഷെ തെന്നാണ്ട് നടന്നാ എന്തിനാ തെന്നാണ്? കൂളായിട്ട് നടന്നു പോയാൽ പോരെ, ഈസി ആയിട്ട് നടക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു പോവാം. ഞാൻ ഒരു മാതിരി ഇതേ കള്ളുടിയന്മാരടക്കമാതിരി നടക്കുന്നത്. എല്ലാം ഫാൻ പോയാ? കൺഗ്രാജുലേഷൻ. ഫാൻ ഒരെണ്ണം പോയി, 295 പാത്രം ഒരെണ്ണം വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഒരു സൈക്കൂടെ വല്ല വരൂ രണ്ട് ഡാൻസ് കളിച്ചോ? പോയി ഫാൻ ഒരെണ്ണം പോയി, എബ്രുവിന്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ മന്ദം മെല്ലെ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വീയാണ്ട്. എടാ നീ ഇങ്ങനെ പേടിക്കല്ല സൈഗു, എന്താ സൈഗു ഇങ്ങനെ പിടിക്കവിടാ? നീ അവിടെ പിടിക്കുക സൈഡില്, അല്ലെങ്കിൽ ആടെ കൈ പിടി. വെറുതെ ചുമ്മാ എല്ലാത്തിനും കരഞ്ഞ് പേടിക്കുന്നത്. ഒരു ചെറിയ ഫാൻ പോയപ്പോ വലിയ ഫാൻ്റെ അടിയിൽ വന്നിരിക്കുന്നത്. അവന്റെ കയ്യിലില്ലപ്പോ താഴെ പോലും വീഴൂല, എന്റെ പോക്കറ്റിൽ വെച്ചോണ്ടാണ് അത് വീണത്. നിന്റെ പോക്കറ്റിൽ പോയത്? ഞാൻ വിചാരിച്ച എബ്രുവിന്റെ കയ്യിൽ അതിൽ റോപ്പ് ഉണ്ടല്ലോ, റോപ്പ് കിട്ടി താഴെ വീണു. ഓക്കെ വരൂ ടൈമിന്